ഭയങ്കര സ്നേഹ മനസ്സിലെ ഒരവസരം കിട്ടിയ അവന്മാർ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. നമ്മൾ ഈ കണ്ടില്ലേ ചൂരമലയിലും ഈ മേപ്പാടിയിലൊക്കെ നടന്ന സമയത്തൊക്കെ കണ്ടില്ലേ ഓടിപ്പോയതൊക്കെ ഈ കുരുത്തംകൊട്ടന്മാരാണ്. പ്രളയം വന്നപ്പോഴും ദുരന്തം വന്നപ്പോഴും അവിടെ എല്ലാം ഓടി വരുന്നത് ഈ കുരുത്തംകൊട്ടന്മാരാണ്. കാര്യം എന്താ, അവർക്കൊരു അവസരം കിട്ടുകയാണ്, ഒരവസരം കിട്ടുകയാണ്, അവസരം യൂട്ടിലൈസ് ചെയ്യും. അപ്പം ഈ കാലഘട്ടം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ മൊബൈലിന്റെ ഒരു വരവെന്ന് പറയുന്നത് നമുക്ക് അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല. വരട്ടെ, ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യപ്പെടട്ടെ. പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്ന രീതികളും എല്ലാം നമ്മൾ ഒന്ന് സസൂക്ഷ്മം അവരോട് ബോധ്യപ്പെടുത്തിയാൽ മതി. ഒരു ഉപദേശകാരില്ല, ബോധ്യപ്പെടുത്താൻ മതി. ഇന്ന് വിശ്വാസമൊക്കെ പോയി. മകൾക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ല. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് കുട്ടികൾ കൃത്യമായിട്ട് ഉള്ള ടൈം പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യണില്ല. ഏതെങ്കിലും മക്കൾ 10 മണിക്ക് ഭക്ഷണം കഴിച്ച് പഠിച്ചിട്ട് കൂടി ദേഹമൊക്കെ ശുദ്ധിയാക്കി 10 മണിക്ക് കിടന്നുറങ്ങുന്ന മക്കളെ കിട്ടുമോ? ഭയങ്കര അത്ഭുതം കേട്ടോ. 10 മണിക്ക് കിടന്നുറങ്ങി 4 മണിക്ക് നമ്മുടെ മക്കൾ എഴുന്നേറ്റാല് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. പുലർകാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന്റെ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത്, ഒരു ഇസ്ലാം ആണെങ്കിൽ സുബഹി നിസ്കാരമൊക്കെ ചെയ്ത്, ഒരു ഹൈന്ദവനാണെങ്കിൽ അവൻ രാവിലെ ഒന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ക്രൈസ്തവനാണെങ്കിൽ കുരിശൊക്കെ വരച്ച ഒരു ദിവസത്തെ അവർ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയാണ്. ഭയങ്കര പവർഫുൾ ആയിരിക്കും, ഭയങ്കര പവർഫുൾ. പക്ഷെ പലപ്പോഴും മക്കളൊക്കെ എഴുന്നേക്കാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടിപ്പെടുകയാണ്. എഴുന്നേൽക്കുന്നില്ല പലപ്പോഴും മക്കൾ. അതാണ് ഏറ്റവും വലിയ ദുരന്തം. അവിടെ നമ്മൾ തോറ്റുപോകുക, അല്ലെ? പിന്നെ അവരെടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസിഷൻ മേക്കർ ആയിരുന്നു അവർ. പെട്ടെന്ന് ഡിസിഷൻ എടുക്കും അവർ, പക്ഷെ പരാജയപ്പെട്ടു പോവാണ്. കാര്യം എന്താ, പക്വതയില്ല അവർക്ക്. കാര്യം അവരുടെ എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക്. അവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഓറിയന്റഡ് ആണ്. റിസൾട്ട് കിട്ടണം അവർക്ക്, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കണം അവർക്ക്. ആ റിസൾട്ട് അത് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ജീവിതം അവർ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവര് പെട്ടെന്ന് തീരുമാനം എടുക്കും. കാര്യം അവരുടെ ജീവിതത്തെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു കൺസെപ്റ്റും ഇല്ല അവർക്ക്. കാര്യം അവരുടെ ജീവിതം ഒരു പെട്ടെന്ന് ഒരു മുഴത്തിലോ അല്ലെങ്കിൽ ഒരു യാത്രയിലോ ഏതെങ്കിലും സ്ഥലത്തോ ഒക്കെ അവരുടെ ജീവിതം അവർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും റെഡിയാണ് അവർ. അപ്പൊ അതുകൊണ്ട് ജനറേഷൻ അങ്ങനെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അടുത്തിടയ്ക്ക് ചോങ്ജിങ് സിറ്റി ചൈനയില് ഓൾബൺ എന്ന് പറയുന്ന വലിയ ഒരു പ്രത്യേക പ്രവിശ്യയുണ്ട്. ആ പ്രവിശ്യക്കകത്ത് ഓരോ വർഷം ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ചോങ്ജിങ് സിറ്റി ഫ്രം ചൈന. അപ്പൊ അവിടെ ഓരോ വർഷവും വിചിത്രമായ മത്സരങ്ങൾ അവിടെ കോർഡിനേറ്റ് ചെയ്യും. ഈ കഴിഞ്ഞ 2024 അവിടെ നടത്തിയ മത്സരം എന്താണെന്ന് അറിയാമോ? അവിടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ഓഡിറ്റോറിയത്തിനകത്ത് 1000 പേരെ ഓൺലൈൻ ഇന്റർവ്യൂവിന് ക്ഷണിച്ചു. അതിൽ 100 പേരെ നേരിട്ട് ഇന്റർവ്യൂവിന് ക്ഷണിച്ചു. അതിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്തു. ആ 10 പേരോട് 8 മണിക്കൂർ സമയം കൊടുത്തു. എന്നിട്ട് 12 ഈ പറഞ്ഞ സൈക്കാട്രിക് അനലിസ്റ്റുകളും സൈക്കാട്രിസ്റ്റ് ഇന്റർവ്യൂഷൻ കൊടുക്കുന്ന സൈക്കാട്രിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും എക്സ്പെർട്ട് പാനൽ പടങ്ങുന്ന ഒരു ടീമിനകത്ത് ഈ റൂമിലേക്ക് അവർ എൻ്റർ ചെയ്തു. ഈ 10 പേരെ 8 മണിക്കൂർ സമയമാണ്. യാതൊരു കാരണവശാലും ഓരോ മുക്കിനും മൂലയിലും എല്ലാം ആൻഡ്രോയിഡ് ഫോണിന്റെ വ്യത്യസ്തമായ ചിത്രങ്ങളും ചിഹ്നങ്ങളും ഓൺലൈനിന്റെ രേഖകളും ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനുകളെല്ലാം കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന 5G 10G പോലുള്ള അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള 2040 ചില ടെക്നോളജികളെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിലൂടെ ആ സിസ്റ്റത്തിൽ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തവരെ കാണിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അപ്പൊ ആരും ഉറങ്ങാൻ പാടില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന ഈ 10 പേരില് എത്ര പേർക്ക് ഇതുമായി റിലേറ്റഡ് ആകാൻ പാടില്ല എന്ന മെസ്സേജ് കൊടുത്തെടുത്ത് ഇതുമായി റിലേറ്റഡ് ആയിട്ട് എത്ര പേരുണ്ട് നോക്കിയപ്പം 2 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ. ഈ 6 മണിക്കൂർ വരെ മാത്രമാണ് ഇതിനെ പിടിച്ചു നിർത്താൻ ഒന്നാം സമ്മാനക്കാരിക്ക് സാധിച്ചത്. അവൾക്ക് കിട്ടിയ മാർക്ക് 189 ആണ്. 10 ലക്ഷം രൂപയാണ് അവൾക്ക് സമ്മാനം കിട്ടിയത്. അവള് ഈ 7 മണിക്കൂറൊക്കെ അവൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. നോക്കണം, ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു വേർഡ് ഇറക്കിയവര്. ആ വേർഡ് എന്താണ്? ഓരോ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ദ വേർഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടുപിടിക്കും. 2024 വേർഡ് എന്ന് പറയുന്നത് ബ്രെയിൻ റോട്ട് ആണ്. ബ്രെയിൻ റോട്ട്. വാട്ട് ഇസ് മീനിങ് ഓഫ് ബ്രെയിൻ റോട്ട്? തലച്ചോറിന്റെ ചീയൽ എന്നാണ്. ഓക്കെ, തലച്ചോറിന്റെ ചീയൽ. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാല് നിലവാരമില്ലാത്ത ഓൺലൈൻ, നിലവാരമില്ലാത്ത ചില ഗെയിമുകൾ, നിലവാരമില്ലാത്ത അവിശുദ്ധമായ ചില കൂട്ടുകെട്ടുകൾ, അസമയത്തെ ചില ചാറ്റുകൾ, സമാധാനം നഷ്ടപ്പെടുന്ന കുടുംബ ബന്ധങ്ങളുടെ നന്മയെ നഷ്ടപ്പെടുത്തുന്ന ചില ബന്ധങ്ങൾ, ചില അൺവാണ്ടഡ് റിലേഷൻഷിപ്പുകൾ, ചില വീഡിയോ കോളുകൾ, ചില അശ്ലീല സൈറ്റുകൾ കാണുന്ന രീതികൾ എല്ലാത്തിനെയും ചേർത്തിട്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കണ്ടെത്തിയൊരു വേർഡാണ് ദ ബ്രെയിൻ റോട്ട്. ആ ബ്രെയിൻ റോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് അഭിസംബോധന സംസാരിക്കുന്നത്. ഇന്ന് ആർക്കെങ്കിലും സമയമുണ്ടോ ഇതിൽ കേൾക്കാൻ? ആർക്കും സമയമുള്ളത്? ആർക്കും സമയമില്ല. എന്നാലോ ഇഷ്ടംപോലെ സമയമുണ്ട്, പക്ഷെ ആർക്കും സമയം ഇല്ല. എന്താ പ്രശ്നം? അല്ലെ? ഒരു കട്ടിലെ കിടക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവും കേൾക്കാൻ സമയമുണ്ട്. ആരും ഭാര്യ ഭർത്താവ് മിണ്ടുന്നുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരും ഈ കാലഘട്ടത്തിൽ മിണ്ടിയിട്ട് എത്ര നാളായി? ഭർത്താവിന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ ഭർത്താവ് ഇതിനകത്തേ നോക്കുകയുള്ളൂ. ഭാര്യയ്ക്ക് ഫ്രീ ടൈം കിട്ടിയാലോ ഭാര്യ ഇതിനെ നോക്കത്തുള്ളൂ. ഈ പറഞ്ഞ ഞാനെനിക്ക് ഫ്രീ ടൈം കിട്ടിയാലോ ഞാനും ഇതിനെ തോണ്ടത്തുള്ളൂ.
അപ്പൊ നമ്മളെല്ലാവരുടെയും ഫ്രീ ടൈം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഒരു കട്ടിലെ കിടക്കുന്ന ഭാര്യ ഭർത്താവിന് മിണ്ടാൻ സമയമില്ല. ഭാര്യ ആണെങ്കിലോ അല്ലെ റീൽസ് കണ്ട് പൊട്ടിച്ചിരിക്കുക. അയ്യോ ഭാര്യ ചിരിയോ. ഇപ്പൊ റീൽസ് ഉണ്ടല്ലോ, പേരും ചിരിയ. അയ്യടാ ഭാര്യ. ഭർത്താവാണ് അതിലും വലിയ ചിരിയോ. അയ്യോ ഭർത്താവ് രണ്ടാൾ കൂട്ടച്ചിരിയാണ്. ബഡ്സ് ചെവി വെച്ചോണ്ട് 2 സാധനം കുത്തിക്കറ്റി വെച്ചിട്ടുണ്ട്. എന്റെ ബഡ്സ് എന്തിയാ പറഞ്ഞത് അവിടെ ഉണ്ട്. അപ്പൊ ഈ ബഡ്സാണ് ചെവിയില്. അപ്പൊ ഇതിലൂടെയാണ് സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിരിച്ച് 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 ഭാര്യ ചെരി ഭർത്താവ് പോകാറായി. ആ ഭർത്താവ് പറഞ്ഞു, എടി നീങ്ങ കിടക്കടിയാണ്. ഭാര്യ കേൾക്കണ്ടേ? പിന്നെയും പറയും എടി നീങ്ങി കിടക്കടിയാണ്. ഭാര്യ കേൾക്കണ്ട, ഭാര്യ കണ്ടു ചിരിക്കുക. അതിന്റെ ഇടയിൽ ഭർത്താവ് ഒരു മെസ്സേജ്, മുട്ടേ ഒന്ന് നീങ്ങി കിടക്കടിയാണ് ഫോണില്. അപ്പൊ ഭാര്യക്കൊരു മെസ്സേജ് വന്നു, അയ്യോ സോറിയുടെ കുട്ടാന്ന് ഭാര്യ ടൈപ്പ് ചെയ്തു. സോറിയുടെ കുട്ട ഒരു ഭർത്താവിന് അയച്ചു. എന്നിട്ട് ഭാര്യ ഒന്ന് നീങ്ങി കിടന്നു. അപ്പോ ഒരു കട്ടിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഇതിലൂടെ മാത്രം കൈമാറുന്ന ഒരു ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ. ഇത് സത്യം അല്ലേ? വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ ഭർത്താവ് ഒരു വീട്ടിലോട്ട് വരും. ഭർത്താവ് വഴിയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വീട്ടില് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. വീട്ടില് എന്തും കണ്ടുപിടിക്കാൻ സാധനം സ്വൈര്യം തരൂല അല്ലേ? അപ്പൊ എല്ലാം കുത്തി കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, സ്മൈലി. ഇത് കണ്ടിട്ട് ഓള് കച്ചറ ഉണ്ടാക്കണ്ട, ഈ കോള് മൊത്തം ഡിലീറ്റ് ചെയ്യണ്ട. അവൾ എന്താ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ ചോദിക്കും. നിങ്ങൾക്ക് കോള് വന്നില്ലേന്ന് ചോദിക്കും. ഒരു 5 കോൾ അവിടെ നിന്നോട്ടെ. സൈനവന്റെ സുലൈഖാന്റെ കോൾ ഡിലീറ്റ് ചെയ്യാം, ബാക്കി അവിടെ നിൽക്കട്ടെ അല്ലേ? അതെല്ലാം റെഡിയായിട്ട് ഭർത്താവ് വീട്ടിൽ കയറും. അതേസമയത്ത് ഭാര്യ അടുക്കളയിൽ കുത്തിർന്നിട്ട് ഓളും പറയും, ഭർത്താവ് വരാറായിരിക്കും, ഞാൻ കാലമാടം വന്നിട്ട് എനിക്കൊരു സ്വൈര്യം തരൂല, അതുകൊണ്ട് ഓന്റെ കൂടെ പഠിച്ച സഫീഖിന്റെ കോളർ ഡിലീറ്റ് ചെയ്യാം. ഇനി അത് കണ്ടിട്ട് ചോദിച്ചാൽ വെറുതെ ഒരു കുഴപ്പമില്ല അല്ലെ? അങ്ങനെ ഭാര്യയും കുത്തിർന്ന് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഭാര്യയും ഭർത്താവും ഇരുന്ന് ഡിലീറ്റ് ചെയ്യുന്ന, ക്ലിയർ ചെയ്യുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് സത്യമായിട്ടും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ സങ്കടങ്ങളുണ്ട്, ആകുലതകളുണ്ട് അല്ലെ? നമുക്കൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാം സത്യം സന്തോഷമാണോ? സത്യത്തിൽ എനിക്കൊരുപാട് സങ്കടമുള്ള ആളാണ് ഞാൻ കേട്ടോ. സങ്കടങ്ങളുടെ പെരുമഴകൾ. എന്റെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ തലയുടെ മുകളോട്ട് എനിക്ക് ഇട്ട് തന്നായിരുന്നു. ഇനി എന്ത് എന്ന് ചോദിക്കുന്നിടത്ത് ഞാൻ കൊടുത്ത മറുപടി, എന്ത് ചെയ്യാൻ സാധിക്കും, ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ എന്നോട് ചോദിച്ചു. വാട്ട് ക്യാൻ ബി ഡൺ നൗ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യം എപ്പോഴും എന്നോട് ചോദിക്കും, വാട്ട് ക്യാൻ ബി ഡൺ നൗ? ഇതന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും. ഞാനിപ്പോ പോലീസിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. പ്രസന്റ്ലി പോലീസിൽ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നില്ല. 7 വർഷവും 2 മാസം കൂടെ എനിക്ക് സർവീസ് ഉണ്ട്. പക്ഷെ ഞാൻ സ്വമേധയാ വോളണ്ടറി റിട്ടയർമെന്റ് എഴുതി കൊടുത്ത സർവീസിൽ നിന്ന് പോകുന്നു. ഒരു 10-65 ലക്ഷം രൂപയൊക്കെ കിട്ടി. ഒരു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി അവിടെ സേഫാക്കി അവിടെ വെച്ചു. മാസം ഒരു 10-40 രൂപ എനിക്ക് മാസം എന്റെ അക്കൗണ്ടിൽ വരും, ഇടവണ്ണ ട്രഷറിയിൽ വരും. അപ്പം ഒരു 7 വർഷം കൂടി ഉണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനകത്ത് പെരുമാറേണ്ട ഒരു SPC NSS മാത്രം പോയി ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കുമോ? നടക്കില്ല. ഇപ്പൊ ഞാൻ വരുന്ന ഏപ്രിൽ 7-ാം തീയതി USA ലോസ് ഏഞ്ചൽസിലേക്ക് പോവാണ്. ഈ ഏപ്രിൽ 7-ന് കാനഡയ്ക്ക് വിസ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ വരുന്ന മാസം 27-ന് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകും. ചിലപ്പോൾ ഒരു 1 മന്ത് ആ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 11 ഡേയ്സ് കൊണ്ട് ബാക്ക് ടു തിരിച്ചെത്തും. പക്ഷെ ഞാൻ അവിടെ തന്നെ നിന്നാലോ എനിക്ക് 1 ലക്ഷം രൂപ എടുത്ത് ശമ്പളം കിട്ടുന്ന സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര അസ്വസ്ഥനാണ്. കാര്യം എന്താ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പോലീസിന്റെ പ്രിവിലേജ് കിട്ടിയ വ്യക്തിയാണ്. പോലീസിൽ എല്ലാവരും വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട വ്യക്തിയാണ്. പലരും പറയും സ്ട്രെസ്സാണ്, ഡ്യൂട്ടി ഭാരമാണ്, അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ പോലീസ് വരണം. പോലീസ് വന്ന് ഒരുപാട് ചെയ്യാനുണ്ട്. പോലീസ് നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയ വ്യക്തിയാണ് പോലീസിൽ നിന്നുകൊണ്ട്. പോലീസിന്റെ പ്രിവിലേജിലും പോലീസിന്റെ യൂണിഫോമിന്റെ ബലത്തിനകത്ത് ഒരുപാട് പേരെന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ വിശ്വസതയെ ഞാൻ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ സാമ്പത്തികമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നല്ല പേയ്മെന്റ് വാങ്ങിയിട്ട് വേദികൾ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഒരു പ്രോഗ്രാമിനൊക്കെ ഞാൻ 25,000 30,000 ഇന്നിപ്പോ ഒരു 30,000 പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ വർക്കസ് കോൺഗ്രസിൽ പോയിട്ട് അവിടെ ലോയർ അഡ്വക്കേറ്റ്സിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. 30,000 വാങ്ങി പോക്കറ്റ് വെച്ചു. നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ പ്രോഗ്രാം കഴിയും. നാളെ 2 പ്രോഗ്രാം ഉണ്ട്. അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വീട്ടിലോട്ടല്ല പൈസ ഉണ്ടാക്കുന്നത്. യൂട്യൂബ് ചാനൽ ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങടാ, നീ സർവീസ് നമുക്ക് 1 മാസമായില്ല, നീ എന്താ തുടങ്ങിയായിരുന്നു? സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പേജിനകത്ത് കഴിഞ്ഞ മാസം മോണിറ്റേഷൻ കൊടുത്തു. ഈ മാസം എനിക്ക് മോണിറ്റേഷൻ വന്നു 69,740 രൂപ. നമ്മൾ ഷെബീറിൽ തന്നെയാണ് അതിന്റെ കാര്യം ലിങ്കൊക്കെ എനിക്ക് കൊച്ചിക്കാരോട്ട് ലിങ്ക് ഉണ്ടാക്കി തന്നത്. ഇൻസ്റ്റാഗ്രാമിന്റെയും മോണിറ്റേഷൻ വന്നിട്ടുണ്ട്. 43,000 മോണിറ്റേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടെ നോക്കുമ്പോൾ 1,00,000 സംതിങ് രൂപ സോഷ്യൽ മീഡിയ ഇൻകം കഴിഞ്ഞ മാസം വന്നു. യൂട്യൂബിന് വരുമാനമുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. കാരണം എന്താ, ഇപ്പൊ എല്ലാവരോടും പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു.
അങ്ങനെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാ അമ്മമാരും എന്റെ യൂട്യൂബ് ചാനൽ കാണണം. 1 രൂപ എനിക്ക് കിട്ടുന്ന 49,000 രൂപ കൊണ്ട് സമൃദ്ധമായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകും. പിന്നെ പല സ്ഥലത്ത് വാങ്ങുന്ന ഫണ്ട് ഞാൻ വിത്ത് രസീറ്റിലാണ് ഫണ്ട് വാങ്ങുന്നത്, ട്രാൻസ്പെറന്റ് ആണ്. 55 ലക്ഷം രൂപയുടെ ഫണ്ട് റൈസിംഗ് കയ്യിലുണ്ട്. തിരിച്ചറിവുന്ന ഓർഗനൈസേഷന്റെ പേര് ചിത്രപ്പള്ളി സാർ തന്ന 5 ലക്ഷം രൂപയും എന്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും 49 ലാപ്ടോപ്പുകൾ ഇതുവരെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഒരു അപേക്ഷയും ഒരു ക്യൂവോ ഒന്നും വേണ്ട. ചാരിറ്റി എന്ന പരിപാടി ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ചാരിറ്റി എന്ന വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചാരിറ്റി എന്ന വാക്ക് കാരണം അതെല്ലാം അവസാനം എന്താ ഉണ്ടാകുന്നത് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ സംസാരിച്ചിട്ട് റെമുനേഷൻ ചോദിച്ചു വാങ്ങി അത് ഓഡിറ്റുകൾ സ്വന്തമായിട്ട് മനസ്സാക്ഷി ഓഡിറ്റ് ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ടും ഒരു മാസത്തിന്റെ അതിന്റെ ഒരു ഡാറ്റാസ് എന്റെ സോഷ്യൽ മീഡിയ പേജിനകത്ത് അങ്ങനെ തന്നെ അതിനെ പ്രസിദ്ധപ്പെടുത്താൻ ഒരു ആഗ്രഹം. അങ്ങനെ യൂട്യൂബ് ചാനലിൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന വരുമാനം 1 രൂപയില്ലാതെ പൂർണ്ണമായും സാധാരണക്കാരെ പഠിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുടെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ള ഏറ്റവും പവിത്രമായ ഉദ്ദേശം മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടിയിട്ട് ഞാനത് സൂക്ഷിച്ചു വെക്കത്തില്ല. കൃത്യമായിട്ട് ഓരോ മന്തും അതിന്റെ മെറ്റയ്ക്കകത്ത് കയറിയിട്ട് ഞാൻ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ അതിന്റെ സ്ക്രീൻഷോട്ടും അത് കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് അവതരിപ്പിക്കും. അതിന്റെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവും ദൈവം അനുഗ്രഹിച്ച് ഒരു പ്രശ്നവും എനിക്കില്ല കേട്ടോ. ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹിച്ചപ്പം എനിക്ക് പാർട്ടിപരമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ സഹോദരന്റെ വണ്ടിയാണ് ഡൽഹി പോയപ്പോൾ വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല 10-35 ലക്ഷം രൂപയുടെ വണ്ടി, ഒരു ഇന്നോവ ക്രിസ്റ്റ വണ്ടി അവരുണ്ട്, ഒരു ചെറിയ പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. നല്ല ബന്ധങ്ങളും സ്നേഹങ്ങളും മനുഷ്യനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞോളും. ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളും. നന്നായിട്ട് ചിരിച്ചാൽ മതി, കള്ളത്തിലൊന്നും മനസ്സിൽ വെക്കാതിരുന്നാൽ മതി. നാളെ മരിച്ചു പോകുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കാണാൻ വരണം. ആ കാണാൻ വരുന്നവരെല്ലാം നമ്മളെ സ്നേഹിക്കണം എന്ന് മാത്രം ഒരു മനുഷ്യൻ അടിയുറച്ച് വിചാരിച്ചാൽ അവന്റെ യാത്രകളെല്ലാം സുഗമമാകും. പിന്നെ എന്തെല്ലാം ചെയ്താലും ചില കുത്തൊക്കെ കിട്ടും കേട്ടോ. ആ കുത്ത് മുമ്പിൽ നിന്നായിരിക്കും കുത്ത് കിട്ടുക, പുറകിൽ നിന്നായിരിക്കും കുത്ത് കിട്ടുക. അത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറകിൽ നിന്നായിരിക്കും കുത്ത് കിട്ടുക, മുമ്പിൽ നിന്ന് തരില്ല. പിന്നെ ചിലവരൊക്കെ വന്ന് നിങ്ങളെ ചില വിമർശനങ്ങളൊക്കെ നടത്തി ഇറങ്ങിപ്പോകും. അവിടെ ഒന്നും നിങ്ങളത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. അവിടെ എല്ലാം നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾ ഇല്ലാതായി പോകും. അല്ലെ, സുഗന്ധി എന്ന് പറയുന്ന അമ്മ മുംബൈയില് വെള്ളം കൊടുക്കാൻ വേണ്ടി കുഞ്ഞിന് ആ കുട്ടി അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പോയിട്ട് വെള്ളം എടുക്കാൻ കുഞ്ഞതാ. കുട്ടി നേരെ പാരപ്പറ്റിലേക്ക് വീണു, 4ാമത്തെ നിലയിലേക്ക് വീണു. മുട്ടി നിൽക്കുന്ന കുട്ടിയെ സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ കണ്ടു. ആ മുട്ടിൽ എഴിഞ്ഞ് കുട്ടി പാരപ്പറ്റിന് അവിടെ വന്നു ഇപ്പൊ താഴോട്ട് പോകുന്നു കരുതി 2 ചെറുപ്പക്കാര് അതിസാഹസ്യമായി കുട്ടിയെ രക്ഷപ്പെടുത്തി. സോഷ്യൽ മീഡിയ പിന്നെ തുടർന്ന ദിവസത്തിനകത്ത് അതിനെക്കുറിച്ച് വാനോളം വേദനിപ്പിച്ചു ഈ വീട്ടമ്മയെ. സുഗന്ധി എന്ന് പറയുന്ന അമ്മ കടുത്ത സൈക്കാട്രിക്ക് ഒരു ഇന്റർവെൻഷൻ നേടേണ്ടി വന്നു. മരുന്ന് കഴിക്കാൻ തുടങ്ങി. അവസാനം കടുത്ത ഡിപ്രഷൻ. ഒടുവിൽ എന്തായി? 1 മാസം തികഞ്ഞതിന് മുമ്പ് 1 മുഴം കയറില് സോഷ്യൽ മീഡിയ അറ്റാക്ക് മൂലം ആ വീട്ടമ്മ തൂങ്ങി മരിച്ചു. അല്ലേ, ആ വീട്ടമ്മ മരിച്ചു. കാര്യം എന്താ? സോഷ്യൽ മീഡിയ അറ്റാക്ക്. മനുഷ്യന്മാരുടെ പ്രശ്നമല്ലേ, പ്രത്യേകിച്ച് നമ്മള് മലയാളിക്ക് കുറച്ച് കൂടുതൽ പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹസമരം ആരാന്ന് വെച്ചാൽ മലയാളിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇല്ലാ വചനങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ നമുക്കാ കൂടുതൽ ഇഷ്ടം. നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല. അയലോകത്ത് സൈനബന്റെ ബീരാന്റെ കുട്ടന്റെ ഒക്കെ കാര്യം നോക്കാൻ നമുക്ക് സമയം. അതൊരു സുഖ. മഞ്ജുവാരും ദിലീപും കല്യാണം കഴിച്ചു, സ്നേഹിച്ചേർന്ന കല്യാണം. 4 എന്താ രസമല്ലേ, നല്ല ജോഡിയില്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. വലിയ ഇഷ്ടമായിരുന്നു നമുക്ക്. പക്ഷെ അവര് നിർഭാഗ്യവശാൽ 2 പേരും വേർപിരിഞ്ഞു. അല്ലെ, മഞ്ജുവാര് കല്യാണം കഴിച്ചിട്ട് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നു. ദിലീപ് പോയിട്ട് കാവ്യ കല്യാണം കഴിച്ചു. കാവ്യ മാധവനും ദിലീപും ഒന്നിച്ച് ജീവിക്കുന്നു. അവർക്കൊരു കുഞ്ഞുണ്ടായി. ആദ്യത്തെ വിവാഹത്തിലെ മഞ്ജുവാര് ദിലീപിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇപ്പോ മദ്രാസ് ക്ലോറ യൂണിവേഴ്സിറ്റി അവിടുത്തെ MBBS ബിരുദം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം കോൺവെക്കേഷൻ കഴിഞ്ഞാൽ കുട്ടി പുറത്തിറങ്ങി. ആ മകള് 2 സ്ഥലത്തും പോകും. മഞ്ജുവാര് ഇടയ്ക്കൊക്കെ ദിലീപിന് ബർത്ത്ഡേ വിഷസ് അയക്കും, ദിലീപ് മഞ്ജുവാർക്ക് ബർത്ത്ഡേ വിഷസ് അയക്കും. ഒരു കോടതി വരാന്തകളോ ഒരു പത്രമാധ്യമങ്ങളിലോ ഒരു സമൂഹ മാധ്യമങ്ങളിലോ ദിലീപ് മഞ്ജുവാരെ കുറ്റം പറഞ്ഞിട്ടില്ല. മഞ്ജുവാര് ദിലീപിനെ കുറ്റം പറഞ്ഞിട്ടില്ല. കാവ്യ മാധവന് 2 പേരെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മക്കാണ് ഇടങ്ങിയത്. 4 കാവ്യ, 4 ആ മഞ്ജു. ഇല്ലേ, നമ്മക്കാ പ്രശ്നം. റഹ്മാനും ഭാര്യയും കല്യാണം കഴിച്ചു, അവർ തിരിയാൻ തീരുമാനിച്ചു. 4 എന്തിനപ്പ സൈറനെ ഒഴിവാക്കി പോലെ. ഈ റഹ്മാനിലെ ഇത്ര വലിയ ഫേമസ് ആയിട്ട് ഭയങ്കര ഇടങ്ങേറ് കേട്ടപ്പോ എന്താ പറഞ്ഞ് സോഷ്യൽ മീഡിയ കൊത്തി ആ മനുഷ്യനെ ഇല്ലാണ്ടാക്കിയ സമയത്തേക്ക് പെട്ടെന്ന് സൈറ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഈസ് എ ജെന്റിൽമാൻ. നോക്ക്, ലിസൺ മീ, ഈസ് മൈ ഹസ്ബൻഡ് ഈസ് എ ജെന്റിൽമാൻ. ജെന്റിൽമാനാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ നമുക്ക് വീണ്ടും സംശയം, എന്നാ ജെന്റിൽമാൻ ആണെങ്കിൽ എന്തിനാ എന്നെ ഒഴിവാക്കി? അത് പറയും അല്ലേ? ജെന്റിൽമാൻ ഒഴിവാക്കേണ്ട കാര്യമില്ല, എത്ര വർഷം ജീവിച്ചിട്ട്. നമുക്ക് പ്രശ്നം. ഇതാണ് ലോകം, ഇത് ലോകമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വിഷയം വേണം. എപ്പോഴും മലയാളിക്കൊരു വിഷയം വേണം. അങ്ങ് കർണാടകയിൽ ഒഷൂരില്
നമ്മളെ സഹോദരൻ തൊട്ടേജിലെ സഹോദരൻ അർജുനെ കാണാതെ വന്നപ്പം മലയാളികളുടെ സ്വീകരണ മുറികളിലും ഈ മൊബൈലിന്റെ സ്ക്രീനിനകത്തൊക്കെ അർജുനനും ലോറിയുമായിരുന്നു വിഷയം. എവിടെ പോയി, എന്ന് കിട്ടും, രക്ഷാപ്രവർത്തനം എങ്ങനെ? അതിനിടയിലാണ് അങ്ങ് ചൂരൽമല, വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടി അവിടുത്തെ ദാരുണമായ അന്ത്യം. ആ ശരീരങ്ങൾ മുഴുവനും മലപ്പുറം ജില്ലയില് പോത്തുകൽ മുണ്ടേരി ഭാഗത്ത് ചാലിയാറിന്റെ തീരമണഞ്ഞു. എത്ര ശരീരങ്ങൾ, എവിടെ ഇൻക്വസ്റ്റ് എപ്പോൾ പൂർത്തിയാകും, ആരൊക്കെ നഷ്ടപ്പെട്ടു, അതിനകത്ത് ഇന്ത്യൻ മിലിറ്ററി, ബെയിലി പാലങ്ങൾ, സന്നദ്ധ സംഘടനകൾ, അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ, ആകെ പുനരധിവാസം, കേന്ദ്രത്തിന്റെ ഫണ്ട് വിഹിതം എല്ലാം നമുക്ക് ചർച്ചയിൽപ്പെട്ട ഒരു വിഷയങ്ങളായിരുന്നു. പെട്ടെന്ന് ആ വിഷയം വീണ്ടും മാറി. വീണ്ടും നമ്മൾ ഉഷൂരിലേക്ക് പോയി. ലോറിയുടെ മനാഫ് ലോറി കിട്ടുന്നു. വാദപ്രതിവാദങ്ങൾ, മനാഫിന്റെയും അർജുന്റെയും കുടുംബങ്ങൾ അടിച്ചു പിരിയുന്നു. അത് കണ്ട മലയാളി അങ്ങ് കമന്റ് ഇടുന്നു. വീണ്ടും അവർ യോജിക്കുന്നു, അല്ലെ? വീണ്ടും നമ്മൾ ആ വാർത്തയിൽ നിന്ന് മാറി വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. മലപ്പുറം ജില്ലയിലെ പോലീസ് സംവിധാനം, മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ചില വെളിപ്പെടുത്തലുകൾ, ചില സ്ഥാനമാനങ്ങൾ. അതിനിടയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും മലപ്പുറം ജില്ലയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. കേരളത്തിനകത്ത് ഏത് നടൻ ഏത് നടി കൊടുക്കും. അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് വന്നു. പിന്നെ അവിടെയാണ് നമ്മളെ മൈൻഡ്. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പുതിയ പുതിയ വിഷയങ്ങൾ. പിന്നെ ഇലക്ഷൻ, എത്ര വോട്ടുകൾ, ഓരോ മണ്ഡലങ്ങൾ, അതെല്ലാം കഴിഞ്ഞ് ഇപ്പത്തെ വീണ്ടും രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് വന്നു. അതേസമയം തൊട്ടടുത്ത്, അല്ലെ, അയലത്ത് ഇസ്രായേൽ പാലസ്തീനകത്ത് എത്രയോ പേർ മരണപ്പെടുന്നു. ആ യുദ്ധം എന്ന് നിൽക്കും. ആ രാജ്യത്തിനും അവിടുത്തെ അവശതയ്ക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നു, അതൊന്നും നമ്മുടെ വിഷയമല്ല. അതേപോലെ സമ്പന്നർ മാത്രം താമസിക്കുന്ന ലോസ് ഏഞ്ചൽസിനകത്ത് കത്തിയമരുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, നമ്മൾ തൊട്ട് ജില്ലകളിൽ കൂട്ടത്തോടെ നടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് മേൽ വീഴുന്ന പ്രഹരങ്ങൾ, അശ്രദ്ധ മൂലം മരണപ്പെടുന്ന കൂട്ടമരണങ്ങൾ, എത്ര പേര്, 7ഓളം 8ഓളം വരുന്ന MBBS വിദ്യാർത്ഥികൾ റോട്ടിൽ നിരത്തിൽ പൊലിഞ്ഞുപോയി. അശ്രദ്ധ എന്ന് പറഞ്ഞ 3 അക്ഷരത്തിന്റെ പിൻബലത്തിൽ. ഇതെല്ലാം നമ്മുടെ നടമാടുന്ന രീതികളാണ്. പക്ഷെ നമ്മളെല്ലാം കാണും, നമ്മൾ മലയാളികളെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന 5 നിമിഷമാണ് നമ്മുടെ കേൾവിയും കാഴ്ചയില്ല. പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. തിരിച്ചു നമ്മൾ അതിലേക്ക് തന്നെ വരും, അല്ലെ? അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കൂടിയേക്ക് നമ്മളെല്ലാവരും സന്തോഷമാണോ? സത്യത്തില് നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഒന്നിലെ ഭർത്താവിനാൽ, ഭാര്യയാൽ, അമ്മയാൽ, അച്ഛനാൽ, മക്കളാൽ എല്ലാം നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും. പക്ഷെ പല പട്ടങ്ങളിലും നമ്മൾ സങ്കടം അനുഭവിക്കുന്നുണ്ട്, അല്ലേ? മക്കളാൽ നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു അമ്മ സങ്കടം അനുഭവിക്കുന്നത് എവിടെയാ? കുറച്ചുകൂടി ശ്രദ്ധിക്കണേ. സങ്കടം അനുഭവിക്കുന്നത് എവിടെയാ? മക്കളാലാണ്. ഒരു സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടാൽ, ഒരമ്മയ്ക്ക് തന്റെ ഭർത്താവ് മരണപ്പെട്ടാൽ ആ അമ്മയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ 3-4 ദിവസമാണ് ആ പീക്ക് ടൈം. പിന്നെ അവൾ പഴയതുപോലെ തിരിച്ചു വരും. ആ ചെടി, അല്ലെ, പറിച്ചെടുത്ത ഒരു ചെടി മറ്റു മണ്ണിലേക്ക് നടുമ്പോ കമലാസുരിയുടെ, ഇല്ല, നെയ്പായസം എന്ന് പറയുന്ന നോയലിനകത്ത് പറയുന്ന പോലെ, ആ പറിച്ചെടുത്ത ചെടി മറ്റു മണ്ണിൽ നടുമ്പോ ആ ചെടിക്കൊരു വാട്ടം ഉണ്ടാവും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ചെടി ആ മണ്ണിനെ സ്നേഹിച്ചു തുടങ്ങും. പിന്നെ അതിന്റെ വാടി ഇലകളൊക്കെ നികരാൻ തുടങ്ങും. എന്ന് പറഞ്ഞ പോലെ ഒരമ്മയ്ക്ക് തന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ അത് 3-4 ദിവസം. പക്ഷെ ആ അമ്മയ്ക്ക് 9 മാസക്കാലത്തോളം അമ്മ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ചൊരു മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്നറിഞ്ഞാൽ അമ്മ ഉറങ്ങുമോ? 4 ദിവസം തന്റെ ഭർത്താവ് മരിച്ചാൽ സങ്കടം അനുഭവിക്കുന്ന അമ്മ, ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ 40 ദിവസമല്ല 400 വർഷം കഴിഞ്ഞാലും ആ തകർന്നു പോയ അമ്മയുടെ ഹൃദയം പുനഃസ്ഥാപിക്കാൻ പറ്റൂല. അതാണ് അമ്മ. അപ്പൊ അതുകൊണ്ട് മക്കളുടെ ദുരന്തം നമ്മളെ ഏറ്റവും ബാധിക്കുക. ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളെ. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ഈ പറയുന്ന വാക്ക് ഒന്നും കൂടി എഴുതി ചേർത്തോളൂ. സദസ്സിനോട്, വേദിയോടൊക്കെ ഞാൻ പറയുകയാണ്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു മാതൃകയായിരിക്കും. മക്കൾ ജീവിക്കണം. നിങ്ങൾ മാതാപിതാക്കളോട് പെരുമാറുന്നത് കണ്ട്, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുന്നത് കണ്ട്, അവരെ ബഹുമാനിക്കുന്ന, റെസ്പെക്ട് ചെയ്ത് അവർക്ക് വേണ്ടി ഒരു നിമിഷം പങ്കുവയ്ക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലമൊക്കെ ജീവിച്ചു, അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിതം. നിങ്ങൾ എന്തിനാ മക്കളെ കുറിച്ച് ആകുലപ്പെടുന്നത്? അവന്റെ A+, അവന്റെ പോക്ക് വരവ്, അവനെ കുറിച്ച് ഓർത്ത് എന്തിനാ ആകുലപ്പെടുന്നത്? നിങ്ങള് മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളുടെ വേല ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മക്കളത് കാണും. നിങ്ങളുടെ മാതാപിതാക്കളെ ഇത്ര ബഹുമാനിക്കുന്നത് കണ്ടിട്ട് അവന്റെ ജീവിതത്തിൽ പകർത്തും. നിങ്ങളത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഗതി എന്റെ ഗതിയൊക്കെ പരോഗതിയായി പോകാൻ പോകുന്നത്. ഉറപ്പാ. ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ മക്കളെയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കാത്തൊരു ലോകത്തിലാണ് ഇന്ന് ഈ ലോകം മുൻപോട്ട് പോകുന്നത്. ഇന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന തലമുറയാണ് ഇവിടെ കൂടി വരുന്ന തലമുറ. എല്ലാ മാതാപിതാക്കളുടെ പ്രശ്നം എന്താ?
ബഹുമാനിക്കുന്നില്ല കുട്ടികൾ സാർ, മക്കൾ. അവർക്കൊന്നും ബഹുമാനമല്ല, സങ്കടമാണ് പലപ്പോഴും. നമ്മളെല്ലാം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് എത്ര നമ്മുടെ മക്കൾ എത്ര പേരാ കേൾക്കുന്നത്? അവർക്കൊന്നും ഇന്ന് കേൾക്കാൻ സമയമില്ല. അവരെല്ലാം അവരുടേതായ ലോകത്ത് നിന്ന് ഇങ്ങനെ ജീവിച്ചു പോവുക. ഒരു ലോകത്ത് അവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാതൃക അല്ലെ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് മാത്രമാണ്. ഈ കറിയൽ പിതാവ് എന്ന് പറയുന്ന പിതാവുണ്ട്. ആ പിതാവ് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വേദി ഞാനുണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികളോട് ചോദ്യം ചോദിക്കുക മക്കളോട്. ഇപ്പൊ ഞാനിവിടെയും കുട്ടികൾ കുറവാണ്, എന്നിരുന്നാലും വലിയവരോട് ചോദിക്കുന്നത്. കുട്ടികളോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളെ സ്വാധീനിച്ച 3 സിനിമ ഏതാന്ന് ചോദിച്ചു. അതിൽ കുട്ടികൾ പറഞ്ഞ സിനിമ ഏതാണെന്ന് അറിയാമോ? ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്. ഈ 3 സിനിമകളും ഈ സിനിമയുടെ ആത്മാവ് എവിടെയെന്നാ ചോദിച്ചത്. ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്. ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ അടിയിടി കൂടിയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് സിനിമ. എല്ലാ സിനിമകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു സന്ദേശം ഉണ്ടാവണമെന്ന്, പക്ഷെ അതിന്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ അതിന് സ്ക്രിപ്റ്റ് ചെയ്ത ആൾക്കൊരു ഒരു തത്വം ഉണ്ടാവും, പക്ഷെ പാലിക്കപ്പെടുന്നുണ്ടോ പലപ്പോഴും? സിനിമ എന്ന് പറയുന്നത് കേവലം ഒരു കലയൊന്നുമല്ല, കേവലം എന്റർടൈൻമെന്റ് അല്ല. എല്ലാ കലകളും സന്നിവേശിക്കപ്പെടുന്ന മഹത്തരമായ ഒരു കലയാണ്. വയലാർ മനോഹരമായ വരികൾ ചിട്ടപ്പെടുത്തി യേശുദാസിന്റെ ശബ്ദത്തിൽ മനോഹര പാട്ടുകളാൽ ആസ്വാദ ഹൃദയങ്ങളെ കീഴടക്കി സത്യനും മധുവും പ്രേമേശ്വറും ഒക്കെ മനോഹരമായി ആ പാട്ടിന് അഭിനയിച്ച് വല്ലാത്തൊരു രീതിയിലേക്ക് കലയെ കൊണ്ടെത്തിക്കുന്നുണ്ട് സിനിമ എന്ന് പറയുന്ന കല. അതാ ഞാൻ പറഞ്ഞത്. എല്ലാവരും പടം ഇറങ്ങി. ദുൽഖർ, എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ദുൽഖർ. ലക്കി ഭാസ്കർ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ദുൽഖർ സൽമാൻ അതിനകത്ത് അഭിനയിക്കുക. അദ്ദേഹം ആ സിനിമയില് ബാങ്കിനെ കബളിപ്പിക്കുന്ന ഒരു ടീമുമായിട്ട് അദ്ദേഹം ലിങ്ക് ഉണ്ടാക്കി അവരുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിലൂടെ പൈസ ഉണ്ടാക്കുന്ന ടീമിന്റെ കൂടെ ചേർന്നുകൊണ്ട് ആ പൈസ വാങ്ങി സമ്പത്ത് മാർബാട ജീവിതം നയിക്കാൻ വിദേശങ്ങളിൽ പോയി ലക്ഷറി വാഹനങ്ങളും വണ്ടികളും എല്ലാം വാങ്ങിക്കൂട്ടി ലക്ഷറി ജീവിതം നയിക്കപ്പെടുന്നതായിട്ടാണ് സിനിമയുടെ ഇതിവൃത്തം. പക്ഷെ അത് കണ്ട് കൈയടിക്കുന്ന ജനറേഷൻ തലമുറ മനസ്സിലാക്കണം. അപ്പൊ പുതിയ ജനറേഷന് കിട്ടേണ്ട ചില രീതികൾ ടോട്ടലി മാറിപ്പോയിട്ടുണ്ട്. ആവേശം എന്ന് പറയുന്ന സിനിമ തുടങ്ങി അവസാനിക്കുന്ന ഒരു അടിയിടിയും കൂടിയാണ്. 95% ചിത്രീകരിച്ചിരിക്കുന്നത് ബാറിനകത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തലമുറ ഇഷ്ടപ്പെടുക. അതുകൊണ്ട് പുതിയ രീതികൾ. ഇപ്പൊ നിലമ്പൂർ പാട്ടുമോസം നടപ്പുണ്ട്. നിലമ്പൂരിനകത്ത് അവിടെ മനോഹരമായ വേണുഗോപാലും അതുപോലെ പ്രശസ്തരായ ഗായകരൊക്കെ ഉണ്ട്. അവരൊന്നും ഈ പ്രശ്നം നിലമ്പൂർ പാട്ടിലില്ല. അവിടെ നിലമ്പൂർ പാട്ടിൽ ഇപ്പൊ പാടാൻ വന്നിരിക്കുന്നൊക്കെ DJ പാർട്ടികളാണ്. അവിടെ മാർക്കോസും വേണുഗോപാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹരിഹരനൊക്കെ പാടാൻ വന്നപ്പോ പോലീസിനൊക്കെ ആവശ്യം വളരെ കുറവായിരുന്നു, ആളില്ല. ഇന്ന് പല കടയുടെ ഉദ്ഘാടനത്തിന് പല നല്ല സാമൂഹ്യ പ്രതിബദ്ധമുള്ള നല്ല ആളുകളൊക്കെ വരും. പക്ഷെ അവിടെ ആ ഉദ്ഘാടനം കാണാൻ ആളൊന്നും ഇല്ല. പക്ഷെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേറെ പലരൊക്കെ വരണം. അവിടെ അവര് വന്നാൽ വലിയ ആൾക്കാരാണ്. അവിടെ പയ്യന്മാരൊക്കെ കൂടിക്കോളും. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭയങ്കര മാർക്കറ്റാണ് അല്ലേ. പേരൊക്കെ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാല് കാലം അങ്ങനെയാണ്. ചിലപ്പോ പോകേണ്ടി വരും, ഞാനും ജയിലിൽ കിടക്കേണ്ടി വരും അതൊക്കെ. അപ്പൊ ലോകം അങ്ങനെയാണ്. അവരൊക്കെ വന്നാലേ കട വിജയിക്കുള്ളൂ അല്ലേ. പ്രിയപ്പെട്ടവരെ, ഒന്നും കുറ്റപ്പെടുത്തുന്നുമില്ല. ലോകം ഇന്ന് മാതാപിതാക്കൾ, മക്കൾ, കുടുംബം അതിനൊക്കെ മൂലച്യുതി സംഭവിച്ചിരിക്കുന്നു. ഞാനിവിടെ പല പറയുമ്പോഴേക്കുന്നവർക്കൊക്കെ പറയും, ഈ ഉപ്പമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. ഉപ്പമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേവലം ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ഉപ്പ എന്ന് പറയുന്ന ആ ഒരു മഹത്തരമായ നിമിഷം. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമുക്കൊക്കെ സന്തോഷങ്ങളും സമാധാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കുടുംബം ഏറ്റവും നല്ല സന്തോഷമാണ്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഓർക്കുക, നമുക്കൊക്കെ കുടുംബമുള്ളവരാണ് നമ്മളെല്ലാം. പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിനകത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ പിന്നിട്ട വഴികൾ ഏറെ സന്തോഷമാണെങ്കിലാണ് നമുക്ക് ഏറെ സന്തോഷം. നമ്മുടെയൊക്കെ വീട്ടിനകത്ത് എല്ലാവരുടെ വീട്ടിലും നമുക്ക് ഉപ്പയുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഉപ്പമാരെ എത്ര പേര് അവരെ ബഹുമാനിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മളൊക്കെ സമ്പാദിക്കുന്ന ഒരു വിഹിതം ഉപ്പയ്ക്ക് കൊടുക്കണം കേട്ടോ, നിർബന്ധം. അവർക്ക് അവകാശമാണ് അതിന്റെ വിഹിതം. പലപ്പോഴും അത് കൊടുക്കുന്നില്ലെന്നുള്ള സങ്കടം. എല്ലാ മാസവും നമ്മുടെയൊക്കെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ഉമ്മയുടെ ഉപ്പയുടെയും കയ്യിൽ കൊടുക്കണം. ചാണക്യ സുഹൃത്തുക്കൾ പറയുന്നത് സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം മാതാപിതാക്കൾക്ക് അർഹതപ്പെട്ടതാണ്.
അവർ ഔദാര്യമല്ല, അവർ അവകാശമാണ്. അത് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. നമ്മൾ കഴിക്കും ഉപ്പയ്ക്ക് എന്തിനാ ഉമ്മയ്ക്ക് എന്തിനാ പൈസ, അവർ വീട്ടിലുണ്ടല്ലോ, അവർക്ക് എല്ലാം നമ്മൾ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് മരുന്ന് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പൈസ? പോരാ, കൃത്യമായിട്ടും അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം. അവിടെയാണ് ഇതിന്റെ സന്തോഷം. ഞാൻ എന്റെ അമ്മയ്ക്ക് എല്ലാ മാസവും 5000, എല്ലാ വീട്ടിലും ഞാൻ പറയുന്നത്, എല്ലാ മാസവും എന്റെ അമ്മയ്ക്ക് ഞാൻ 5000 രൂപ കൊടുക്കും. എല്ലാ മാസവും എന്റെ അമ്മയ്ക്ക് ഞാൻ 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം കയറും അക്കൗണ്ടിൽ. പെരുന്നമണിയിൽ വണ്ടി എടുത്ത് അങ്ങ് മമ്പാട് വീട്ടിൽ നിന്നപ്പോൾ വണ്ടൂരോ പാണ്ടിക്കാടോ ഞാൻ വണ്ടി നിർത്തും, ATM കയറും. അമ്മയെ നോക്കുന്ന ഒരു ചേച്ചിക്കുള്ള പൈസ, അമ്മയ്ക്കുള്ള പൈസയും 5000 രൂപ അമ്മയ്ക്കുള്ള പൈസ എടുക്കും. അതെടുത്ത് അതും 2-ാം തീയതി രാവിലെ ഡ്യൂട്ടിക്ക് വരാൻ നേരത്ത് ബാത്ത് ഇങ്ങനെ ഷേവ് ചെയ്യാനൊക്കെ കയറുന്നതിന് മുമ്പ് അമ്മയ്ക്ക് പൈസ കൊടുക്കും. അമ്മ നിങ്ങളെ പോലെ എന്റെ അമ്മയല്ല, എന്റെ അമ്മ അമ്മ കുഴഞ്ഞു പോയ അമ്മയൊരു ഭാഗം. അപ്പം അമ്മയ്ക്ക് പൈസ കൊടുക്കുമ്പോ അമ്മ ഈ കൈ കൊണ്ട് വാങ്ങാൻ പറ്റും. ഞാൻ പറയാം അമ്മ ഈ കൈ കൊണ്ടല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞു ഇതുകൊണ്ട് വാങ്ങാൻ വന്നതാണ്. അപ്പൊ അമ്മ ഈ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പൈസ കൊടുക്കും. ഒരു ഹെൽപ്പൊക്കെ കണ്ടതാണ് അമ്മ വെറുതെ നമ്മുടെ ഷോയിൽ എന്റെ അമ്മ ഉണ്ടായിരുന്നു. അയാൾക്ക് അമ്മയ്ക്ക് ഈ ഭാഗം പാരലൈസ് ആയ സമയത്താണ് ഷൂട്ട് നടക്കുന്നത്. പക്ഷെ അമ്മ ഇപ്പൊ നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ, നടക്കുകയൊക്കെ ചെയ്യും. പരസരായ കാണാൻ വണ്ടി കയറണമെങ്കിൽ അമ്മയെ ഒന്ന് പിടിച്ച് കാലൊക്കെ ഒന്ന് പൊക്കി കൊടുക്കണം. പക്ഷെ ഈ പൈസ കൊടുക്കുമ്പോൾ അമ്മ ഈ കൈകൊണ്ട് വാങ്ങി മുറിക്കാത്ത വരുന്നിട്ട് അമ്മ പൈസ എണ്ണും. അമ്മ പൈസ എണ്ണുമ്പോൾ രസമുണ്ട്. അമ്മ കണക്ക് കൃത്യമാണ് അമ്മയ്ക്ക്. അമ്മ ഓരോ നോട്ടും ഇങ്ങനെ പതിയെ എണ്ണി, ഈ നോട്ടുകളൊക്കെ തലതിരിക്കുന്ന നോട്ടാണ് എല്ലാം ഓർഡർ ചെയ്ത് ഓക്കെ ആക്കി വെച്ച്, ചില നോട്ടിൽ കറിയോ കുത്തോ ഉണ്ട്, അതൊക്കെ അമ്മ കൃത്യമായിട്ട് നോക്കി മടക്കി 5000 റുപ്യ കറക്റ്റ് ആണെങ്കിൽ അമ്മ മുറിക്കകത്ത് വിളിച്ചിട്ട് മക്കളെ അതായത് 5000 റുപ്യ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ മക്കളെ വിളിക്കും. ചില മാസം ഞാൻ അമ്മയ്ക്ക് ചെറിയൊരു പണി കൊടുക്കും, 500 റുപ്യ കൂടുതൽ വെച്ച് കൊടുക്കും. ഈ 500 റുപ്യ കൂടുതൽ വെക്കണമെന്ന് അമ്മ കൊടുക്കും. അമ്മ എണ്ണി മടുക്കും, തലതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. 500 കൊടുക്കും. അവസാനം അമ്മ 500 ആയിട്ട് വരുന്നുണ്ട്. മക്കളെ പോലെ നിൽക്കും മക്കളെ. ഷോ അമ്മയ്ക്ക് നടുവിന് കുറച്ച് പ്രശ്നമുണ്ട്. മക്കളെടാ ഷോ എന്റെ കുഞ്ഞിനെ നോക്കി നിനക്ക് ശ്രദ്ധയില്ല, നോക്ക് 500 കൂടുതൽ മക്കളെ. അമ്മ എണ്ണി കണ്ടുപിടിച്ചാൽ അയ്യോ എന്റെ അമ്മാറട്ടെ എന്നിട്ട് കട്ടി അമ്മാരുടെ പൈസ വാങ്ങി ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ച് അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കും. കുറേ പ്രാവശ്യം അമ്മ ഞാൻ പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ, കുറേ പ്രാവശ്യം. ചില മാസം ഞാൻ അമ്മയ്ക്ക് 5000 റുപ്യ 4500 റുപ്യ കൊടുക്കും, 4500 രൂപ. പക്ഷെ ഇന്ന് വരെയും അമ്മ പറഞ്ഞിട്ടില്ല മക്കളെ 500 രൂപ കുറവുണ്ട് കുഞ്ഞ്. ഇന്ന് വരെയും അമ്മ പറഞ്ഞിട്ടില്ല മക്കളെ 500 രൂപ കുറവുണ്ട്. അതാണ് അമ്മമാരെ, ഞങ്ങളുടെ അമ്മമാരെ സങ്കടപ്പെടുത്തരുത്. ഈ അമ്മ എന്ന് പറഞ്ഞാല്, ഈ ഉപ്പ എന്ന് പറഞ്ഞാല് പകരം വെക്കാനില്ലാത്ത 2 ജീവനുകളാണ്. തെരുവിലുപേക്ഷിച്ചാലും പഴി പറഞ്ഞാലും കുത്തുവാക്കുകളാൽ സമർപ്പിതമാക്കിയാൽ, നിന്നെ നോക്കില്ല എന്ന് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങിപ്പോയാൽ, മക്കൾക്കായി ജന്മം നൽകിയ മക്കൾക്കായി ഉരുകി പ്രാർത്ഥിക്കുന്ന ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവിയുള്ളൂ, അത് ഉമ്മയാണ്. അതേപോലെ മക്കളുടെ നന്മ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിലെ 2 ജീവജാലങ്ങളേ ജീവിയുള്ളൂ, അത് ഉമ്മയും ഉപ്പയുമാണ്. അവരെയൊന്നും ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടൊക്കെ ഞാൻ പറയാം, സഹോദരിമാരോട്, നിങ്ങളൊക്കെ ഓർത്തോണം, നിങ്ങൾ ഉപ്പയ്ക്ക് വേണ്ടി ഉരുകുന്നത് ആർക്ക് വേണ്ടി? ഭർത്താവിന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഉരുകണം. ഓത്തിയസ് പറയുന്നുണ്ട്, ലോകപ്രസിദ്ധ ഗ്രീക്ക് തത്വജ്ഞന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭാഷണം നിർത്തുകയാണ്. ഓത്തിയസ് പറയുന്നത് എന്താണെന്നറിയാമോ? അല്ലയോ നാരി, നീ ഇപ്പോൾ ആയിരിക്കുന്നത് നിന്റെ ഭർത്തൃഗൃഹത്തിലല്ലേ? അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക, ഒരിക്കലും ഞാൻ നിനക്ക് നിന്റെ മാതാപിതാക്കൾക്ക് അവസാന നാളുകളിൽ അവിടെ അടുത്തു പേരിക്കാനോ ഭക്ഷണം കൊടുക്കാനോ കൂട്ടിരിക്കാനോ ഞാൻ നിനക്ക് അവസരം നൽകുകയില്ല. സ്വന്തം ഉപ്പയ്ക്ക് ഉമ്മയുടെ അടുത്ത് പോയിരിക്കാനോ കൂട്ടിരിക്കാനോ അവസരം നൽകൂലെന്നാ പറയണേ. നോക്കൂ, അത് ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് പകുത്തു കൊടുത്തിരിക്കുന്നു. ആ പെൺകുട്ടി അത് ഭംഗിയായി നിർവഹിച്ചുകൊള്ളൂ. ഞാൻ നിനക്ക് വരമേൽപ്പിച്ചിരിക്കുന്നത് നീ ഇപ്പോൾ ആയിരിക്കുന്ന നിന്റെ ഭവനത്തിൽ വിയർപ്പ് കൊണ്ട് അപ്പം ചുട്ട് നിനക്ക് നൽകുന്ന നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് അവരുടെ കുറ്റങ്ങളും കുറവുകളും മാറ്റി നിർത്തി അവർക്ക് വേല ചെയ്ത് സന്തോഷിപ്പിച്ച് സുഖമനത്തേക്ക് എത്തിക്കാനാണ് ഞാൻ നിനക്ക് വരമേൽപ്പിച്ചിരിക്കുന്നത്. നീ ഭംഗിയായി ചെയ്തുകൊള്ളാം. നിന്റെ വീടിനെ ഓർത്ത് നീ ആശങ്കപ്പെടേണ്ട. അത് മറ്റൊരു വീട്ടിലെ പെൺകുട്ടിക്ക് വേണ്ടി ആ വേല ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. അത് അവൾ അവിടെ ഭംഗിയായി ചെയ്തു കൊള്ളണമെങ്കിൽ നീ ആയിരിക്കുന്ന ഭവനത്തിൽ നീ നിന്റെ വേല മഹത്തരമായി ചെയ്തു കൊള്ളുക. അങ്ങനെയെങ്കിൽ നിന്റെ സ്വഭവനത്തിൽ ഈ വേല ഞാൻ ചെയ്തു കൊടുത്തോളാം. വേണമെങ്കിൽ ഉമ്മയപ്പെ കാണാം ആശുപത്രിയിൽ, ഉമ്മ പോട്ടോ കുട്ടി ഒറ്റയ്ക്കാണ്, ട്യൂഷൻ ഉണ്ട്, ഇക്കൊക്കെ വരും,
ഞാൻ നാളെ വരട്ടെ ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മയും ഉപ്പയും കണ്ട് കണ്ണ് തുടച്ച് ആശുപത്രിയിൽ വീട്ടിലെത്തുമ്പം വിവരം കിട്ടും ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചിരിക്കണോ. പിന്നെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനേ നമുക്ക് യോഗ്യതയുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ വേറെ പെൺകുട്ടിയാണ് വീട്ടിലിരിക്കുന്നത്. ആരാ? ആ ഉമ്മ പ്രസവിച്ച പെൺകുട്ടിയല്ല, വേറൊരു ഭവനത്തിൽ പറഞ്ഞ പെൺകുട്ടി ആ വേല ചെയ്യുന്നുണ്ട്. അതിനാ വ്യത്യാസം പറയുന്നത്, നീ ആയിരിക്കുന്ന ഭവനത്തിൽ നീ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് അവരുടെ കുറ്റങ്ങളും കുറവുകളും കാണാതെ അവർക്ക് നീ സ്നേഹിച്ച് സന്തോഷിപ്പിച്ചവരെ സുഖമരണത്തിലേക്ക് പറഞ്ഞയച്ചാൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം. പക്ഷെ അങ്ങനത്തെ വിരുന്നൊരുക്കങ്ങൾ ഉണ്ടാവും, ഞാനുണ്ടാവും, കാണാനുണ്ടാവും നമ്മൾ ആ വിരുന്ന് കഴിക്കാൻ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങളെ ആരുടെയെങ്കിലും മൊബൈൽ ഫോണിനകത്ത് നിങ്ങളുടെ അമ്മായിമ്മന്റെയോ അമ്മായിപ്പന്റെയോ ഫോട്ടോ നിങ്ങൾ സ്ക്രീൻ സേവർ വെച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളെ മൊബൈല് ഓൺ ആകുമ്പോ അമ്മായിമ്മ ഇങ്ങനെ ഇരിക്കണം, നിങ്ങളെ മൊബൈൽ ഓൺ ആകുമ്പോ അമ്മായിപ്പൻ ഇങ്ങനെ ഇരിക്കണം. ഉണ്ടോ? സ്ക്രീൻ സേവറിലാ പറഞ്ഞേ, ഗ്യാലറിയിലല്ല. ഉണ്ടോ? ഓ ചിലരൊക്കെ മുഖം കൊണ്ട് വാടിയ ഇത്രയും നേരം ഇയാള് പറഞ്ഞ രസം ചെയ്തു. ഇപ്പൊ അമ്മായിപ്പന്റെ ഫോട്ടോ ഫോണില്, അമ്മായിമ്മന്റെ ഫോട്ടോ ഏതാ ഇയാള്? ആരെയാണ് ഇങ്ങോട്ട് വിളിച്ചത്? ഇങ്ങനത്തൊക്കെ അങ്ങനെ പറയാം, അവര് വീട്ടിൽ കണ്ടതാ. ഓത്യസ് പറയാണ്, കുറ്റങ്ങളും കുറവുകളും അവരുടെ പരിജ്ഞാനക്കുറവും നീ സഹിച്ച് പുറത്ത് സന്തോഷിപ്പിച്ച് സുഖമനത്തേക്ക് എത്തിക്കുന്നിടത്താണ് നീ മഹത്വത്തിന്റെ പട്ടിയിലേക്ക് കടന്നു കയറുക. കുറച്ച് റിസ്ക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ നീട്ടുന്നില്ല. എന്തെല്ലാം പറഞ്ഞാലും ഈ പാവം പിടിച്ച ഉപ്പമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത് കേട്ടോ. ഈ അച്ഛൻ ഏറ്റവും കൂടുതൽ വിഡ്ഢിയാകുന്ന എവിടെയാണെന്നറിയാമോ? എവിടെയാ ഉപ്പ ഏറ്റവും കൂടുതൽ വിഡ്ഢിയാണെന്നറിയാം? മക്കൾക്ക് മുമ്പിലാണ്, നമുക്ക് മുമ്പിലാ. അച്ഛൻ ഏറ്റവും കൂടുതൽ വിഡ്ഢിയാകുന്നത് മക്കൾക്ക് മുമ്പിലാണ്. അച്ഛൻ ഏറ്റവും ക്ഷമയുള്ളവനാകുന്നത് ആരുടെ മുന്നിലാണെന്നറിയാം? ഭാര്യയുടെ മുമ്പിലാണ്. അച്ഛൻ ഏറ്റവും കൂടുതൽ ശാന്തനാവുന്നത് മക്കളുടെ ഉറക്കത്തിന് മുമ്പിലാണ്. അച്ഛൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് മക്കളുടെ വിജയങ്ങൾക്ക് മുമ്പിലാണ്. അച്ഛൻ ഏറ്റവും കൂടുതൽ നിശബ്ദനായി പോകുന്നത് മക്കളുടെ വിമർശനങ്ങൾക്ക് മുമ്പിലാണ്. അച്ഛനിൽ ഇല്ലാണ്ടാവുന്നത്, ഉപ്പയിൽ ഇല്ലാണ്ടാവുന്നത് മക്കളുടെ മറവിക്ക് മുമ്പിലാണ്. ഉപ്പ ഏറ്റവും കൂടുതൽ കരയുന്നത് എവിടെയെന്ന് ചോദിച്ചാല്, തന്റെ പ്രിയപ്പെട്ട മകളെ മറ്റൊരുവന്റെ കരങ്ങളിലേക്ക് പകുത്തു കൊടുത്തെന്ന ആൾക്കൂട്ടങ്ങളിൽ അവൾ സന്തോഷവതിയായി മറ്റൊരു ഭവനത്തിലേക്ക് പോയി. ഒരു സായാഹ്നത്തിൽ ആ രാത്രിയിൽ തന്റെ മകളില്ലാത്ത ഭവനത്തിൽ ആ ഉപ്പ, അച്ഛൻ എവിടെയെങ്കിലും എല്ലാം അപ്സ്റ്റെയറിലോ മുറിക്കകത്തോ ബാത്റൂമിലൊക്കെ കയറി കഥ കടച്ചിട്ട് ഉപ്പ ഏങ്ങലടിച്ച് കരയും. ഒട്ടുമിക്കൊപ്പമാരും തന്റെ മകളില്ലാത്ത വീട്ടില് എന്റെ കുഞ്ഞിന് സന്തോഷം ഉണ്ടാകണം ദൈവമേ ആ വീട്ടിൽ. അതാണ് ഉപ്പമാര്. അങ്ങനെയുള്ള ഉപ്പമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. അവിടെയൊക്കെ പോക്കറ്റുകളിൽ നമ്മുടെ സമ്പാദ്യത്തിന്റെ വിഹിതം വെച്ചു കൊടുക്കണം. ഉപ്പമാർക്കൊക്കെ പലതും ഇങ്ങനെയാണ്, നമ്മൾക്ക് തെറ്റിദ്ധാരണയാണ്, തെറ്റാണ്. ഉപ്പിക്കൊരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും മരക്കൈ ഷർട്ടും ഇന്ന ചെരുപ്പും, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഓരോ ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ നമ്മള് പെട്ടെന്ന് ഉപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കും. കാര്യം എന്താ? ഉപ്പയ്ക്കൊരു വെള്ളമുണ്ടും വെള്ള അരക്കൈ ഷർട്ടും 42 സൈസും അത് മതി. വരയ ഷർട്ട്, വെള്ള ഷർട്ട്. ഉപ്പ കളറുള്ളതോ നല്ല ബ്രാൻഡഡ് ഇടില്ല അല്ലെ? അത് നമ്മളങ്ങനെ ധരിച്ചു വെച്ചിരിക്കും. ഇടിപ്പിക്കാൻ കഴിയണം നമുക്ക്. നല്ല വസ്ത്രവും നല്ല പാതകങ്ങളും ഉപ്പയെ ധരിപ്പിക്കാൻ നമുക്ക് പഠിപ്പിക്കണം. കാര്യം ഉപ്പ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണെന്നേ. നമുക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ മണിക്കൂർ കണക്കിന് നമ്മൾ ഇട്ട് ഊരി തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കി സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ അഭിപ്രായം ചോദിക്കും, ഇതങ്ങനെയുണ്ട് നല്ലതാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഉപ്പയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ ഒരു കുറച്ച് സമയം മതി നമുക്ക്. അങ്ങനെ ആവരുത്. കുറഞ്ഞ കാലം അവരൊക്കെ ജീവിച്ചിരിക്കുകയുള്ളൂ. സന്തോഷിപ്പിക്കുക. എന്റെ അമ്മ 74 വയസ്സ് പ്രായമായി. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, അമ്മ ഇനി കുറച്ചു കാലമുള്ളൂ, അമ്മ ഒരു ഭാഗം കുഴഞ്ഞു പോയതാണ്. അമ്മ എന്ന് പറഞ്ഞ അമ്മ വീട്ടിൽ ഇരിക്കുന്നവളല്ല. അമ്മ കാണാത്ത സിനിമകളില്ല, അമ്മ കാണാത്ത ബന്ധുമിത്രാദികളില്ല. അമ്മയുടെ നാട് ഇടുക്കിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ അങ്ങോട്ട് കൊണ്ടുപോകും. അമ്മ കാണാത്ത ബന്ധുമിത്ര, അമ്മ കയറാത്ത മലപ്പുറം ജില്ലയിൽ ഒരു ഹോട്ടലും ഇല്ല. ഏറ്റവും നല്ല ഹോട്ടൽ. ഇപ്പൊ അടുത്ത് ഒരു ഹോട്ടലുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ ഭയങ്കര വൈറലാണ്, മോങ്ങത്താണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മോൻ ഓണാക്കിയപ്പോ കണ്ടപ്പോ അമ്മമ്മ അവിടെ പോണം, സെറ്റപ്പാന്ന് പറഞ്ഞു എന്റെ മോന്. അപ്പൊ അമ്മമ്മയ്ക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. അമ്മമ്മയ്ക്ക് പോകണം, കുഞ്ഞിനും പോകണം, പോകാന്ന് പറഞ്ഞു. പോയി. നല്ല ഹോട്ടലാണ്, നല്ല വൃത്തി വെടിപ്പൊക്കെ ഉണ്ട്. പേര് പറയുന്നില്ല, അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത്, എന്റെ അമ്മ കയറാത്തൊരു ഹോട്ടലും ഇല്ല. എല്ലാ ഹോട്ടലും കയറിയിട്ടുണ്ട്. അമ്മന്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് എന്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്. കാരണം കുറഞ്ഞ കാലത്ത് അമ്മനെ ജീവിച്ചിരിക്കുകയുള്ളൂ. ശരീരത്തിന് അവശത എന്തെങ്കിലും, മനസ്സിന് അവശതയൊന്നുമില്ല. ഇന്നലെ 10ാം വാർഷികമായിരുന്നു മഞ്ചേരിയില്
ഒരു സത്യനാഥൻ ഡോക്ടർ അമ്മയെ ചികിത്സിച്ച ഡോക്ടറുടെ ആയുർവേദ ആശുപത്രിയുടെ 10ാം വാർഷികത്തിൽ ഡോക്ടർ രണ്ടുപേരെ ആയിഷക്കുട്ടി എന്ന് പറയുന്ന 90 വയസ്സുള്ള ഉമ്മയും എന്റെ അമ്മയും അങ്ങോട്ട് ക്ഷണിച്ചു. നടക്കൂല എന്ന് പറഞ്ഞ് കട്ടിലിൽ കിടന്നുപോയ 2 വ്യക്തിത്വങ്ങളെയാണ് ഡോക്ടർ ചികിത്സിച്ച് നടത്തിച്ചത്. ആ ഡോക്ടറുടെ ഗവൺമെന്റ് ഡോക്ടറായിരുന്നു, ആയുർവേദ ഡോക്ടർ. അപ്പൊ അദ്ദേഹം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. അദ്ദേഹം എന്റെ അമ്മയെ ഇന്നലെ വിളിച്ച് ഇന്നലെ ഒരു പൊന്നാടയൊക്കെ അണിയിപ്പിച്ചു. അവിടുന്ന് വലിയ സന്തോഷമാണ് അമ്മയോട് ഇന്നലെ സംസാരിക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അമ്മ പറഞ്ഞു എന്നെ നടത്തിച്ച ഡോക്ടർക്ക് എന്ന് പറഞ്ഞ അമ്മ അവിടെ കരഞ്ഞുപോയി അവിടെ. പക്ഷെ അമ്മ നടക്കണമെങ്കിൽ ആദ്യം കിടപ്പിലായിരുന്നു, ഇപ്പൊ നടക്കും, ഒറ്റയ്ക്ക് കയ്യിലൊക്കെ പിടിക്കണം. എന്നാലും ഒരു 10 അടി നടക്കുമ്പോൾ അമ്മയ്ക്ക് നടുവ് പെട്ടെന്ന് കഴിക്കും, അപ്പോൾ താങ്ങി പിടിക്കുകയൊക്കെ വേണം. എന്നാലും കരങ്ങൾക്കൊക്കെ ശക്തി ഉള്ളത് കൊണ്ട് അമ്മയുടെ കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം ഉള്ളിടത്തോളം കാലമാണ് മക്കളായ നമ്മുടെയൊക്കെ ജീവിതം ഏറ്റവും സന്തോഷം. അത് കഴിഞ്ഞാൽ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപക്ഷെ നമ്മൾ പ്രണാമം അർപ്പിക്കേണ്ടി വരും, നിശ്ചയമാണ് അല്ലെ. ഒരുപാട് വേദികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും ഇവിടെയും അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് ഉമ്മ. അങ്ങനെയുള്ള ഉമ്മമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല മക്കളെ എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മ. അങ്ങനെയുള്ള ഉമ്മമാരെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസമാരാണ് നമ്മുടെയൊക്കെ ഉമ്മമാർ. അവരെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും കരിയാപ്പലകൾക്കും തെങ്ങിനും കവുങ്ങിനും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷകശ്രീ അവാർഡ് പോലും കിട്ടാത്ത മഹിളയുടെ പേരാണ് ഉമ്മ. അവളെ ഒന്നും സങ്കടപ്പെടുത്തരുത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു അണ്ണാകുഞ്ഞിനെ കിളിക്കുഞ്ഞിനെയൊക്കെ പിടിച്ച് ഉമ്മറപ്പടി താലോലിക്കുമ്പോ ഉമ്മ പറയും മോനെ മോളെ അതിനെ തുറന്നുവിടും മക്കളെ, അതിനെ കണ്ടില്ലെങ്കിൽ അതിന് തള്ള വന്ന് കരയും മക്കളെ എന്ന് പറയുന്നവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി സ്വന്തമായി ഒരു മുറി പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ആൾ ദൈവത്തിന്റെ പേരാണ് ഉമ്മ. അങ്ങനെയുള്ള ഉമ്മമാരെ സങ്കടപ്പെടുത്തരുത്. ദൈവത്തിന്റെ മുമ്പില് സ്വന്തം കാര്യം പറയാൻ മറന്നുപോയി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവളാണ് ഉമ്മ. അങ്ങനെ ഉമ്മമാരെ സങ്കടപ്പെടുത്തരുത്. എന്റെയും നിന്റെയും വിഴുപ്പലക്കർ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മത്തിന്റെ പേരാണ് ഉമ്മ. അങ്ങനെ ഉമ്മമാരെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമഴിഞ്ഞു പോകുമ്പോ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും ഉമ്മയില്ലാത്ത വീട്, അമ്മയില്ലാത്ത വീട് വീടേയില്ല. വേണ്ടി ജീവിക്കുക, അവരുടെ അനുഗ്രഹവും അവരുടെ സ്നേഹ വായ്പകളും ഏറ്റുവാങ്ങുക. അതായിരിക്കും നിങ്ങളുടെ അൾട്ടിമേറ്റുള്ള ജീവിതത്തിന് ഏറ്റവും വലിയ ലക്ഷ്യം, നിങ്ങളുടെ സമ്പൂർണ്ണ വിജയം. ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും നല്ലത് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. അത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പിന്നിട്ട വഴികളിൽ ആക്ഷേപങ്ങളും വേദനകളൊക്കെ നിങ്ങളെ നേരിട്ടാലും മുൻപോട്ട് നയിക്കാൻ മാതാപിതാക്കളുടെ അനുഗ്രഹം മതി. നിങ്ങളുടെയൊക്കെ വരവ് വീട്ടിൽ കാത്തിരിക്കുന്ന, ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു അമ്മ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, ഉപ്പ ഉണ്ടായാൽ മതി. കാര്യം എന്താണെന്നറിയാമോ? സമ്പത്ത് വീട്ടിൽ കൊടുത്തിട്ടല്ല അവർ കാത്തിരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല നന്മ കൊണ്ട്, നമ്മളെ അന്വേഷിച്ച് നമ്മുടെ വീടിന്റെ മുമ്പിൽ പലരും വന്ന് മകൻ വന്നോ കാണാനാണ്, സങ്കടമുണ്ടെന്ന് പറയാൻ നമ്മുടെ വീടിന്റെ മുമ്പിൽ കാത്തിരിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ ഒരു ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ, ഉപ്പയുണ്ടെങ്കിൽ, ആ ഉമ്മയും ഉപ്പയും ആ മകന് വേണ്ടി ഇരുകണ്ണോടെ കാത്തിരിക്കും. അതാണ് സുഹൃതം. ആ സുഹൃതത്തിലേക്ക് നമുക്കൊക്കെ കടന്നു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ GVHSS ചിട്ടിയാങ്കണ്ടറിന്റെ മഹത്തരമായ മാതൃസമ്മേളനത്തിനകത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കിട്ടിയ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറന്നുപോകൂല. പ്രിയപ്പെട്ട ഒരുപാട്